പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗ്ഗമിടയാക്കിയല്ലോ. ആമേൻ. രണ്ടാമത്തെ മാസത്തിൽ ആമേൻ 9ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ചായിരിക്കാമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ പകൽക്കാലം നമ്മോട് ഇടപെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ വഴി മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലമായിരിക്കുന്ന സ്ഥലത്ത്, രാജ്യത്ത്, ആമേൻ, പട്ടണത്തിൽ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ പിന്നെയും ഇറങ്ങി വരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവ ആശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. ആമേൻ. അല്പനിമിഷം ദൈവജന ചിന്തയ്ക്കായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നത്തേക്കുള്ള ദൈവവചനം സങ്കീർത്തനങ്ങൾ 3 അതിൻ്റെ 3ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 3 അതിൻ്റെ 3ാമത്തെ വാക്യത്തിലേക്ക്. അവിടെ എങ്ങനെയാ വായിക്കുന്നത്? ആമേൻ. സ്തോത്രം. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം വായിക്കുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് പകൽക്കാലം വളരെ ശക്തമായി നമ്മുടെ നടുവിൽ ആമേൻ ഇറങ്ങി നിൽക്കുകയാണ്. ഒന്ന്, ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുൻപിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആമേൻ. അബ്ശലോം പട്ടാള ഭരണത്തിൽ കൂടെ ആമേൻ സ്തോത്രം ദാവീദിനെ പിടിക്കുവാൻ, ദാവീദിനെ നശിപ്പിക്കുവാൻ, ദാവീദിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും തള്ളിക്കയറ്റുവാൻ അബ്ശലോം പദ്ധതികൾ ഒരുക്കുമ്പോൾ അവൻ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ ഒരു ആണ് ഇതിൻ്റെ തലക്കെട്ട് വായിക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ 3ാമത്തെ സങ്കീർത്തനമെന്ന് പറയുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഒരു പാട്ടുരൂപത്തിൽ തൻ്റെ ജീവിതത്തിൽ സ്വന്തം മകനാൽ ആമേൻ പ്രൈസ് ദി ലോർഡ് വരുന്ന ചില വേദനകളും ചില പ്രയാസങ്ങളും ദാവീദ് ദൈവസന്നിധിയിൽ ആമേൻ നിരത്തി വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞെ, ആമേൻ സ്തോത്രം, പലപ്പോഴും ഔട്ട്സൈഡിലൊന്നും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ ആമേൻ സ്തോത്രം പലതും അസ്തമിച്ചു പോയി എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ നമുക്കറിയാം. ദാവീദിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ യോബിൻ്റെ പുസ്തകം ആമേൻ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത്, യോബിൻ്റെ ജീവിതത്തിൽ 1ാമത്തെ അധ്യായത്തിൽ ആമേൻ 1ാമത്തെ അധ്യായത്തിൻ്റെ 10ാമത്തെ വേദാംശം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആമേൻ യോബിന് സംഭവിച്ച ചില വേദനകൾ നമുക്ക് കാണാൻ കഴിയും. ആമേൻ സ്തോത്രം. നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയോ? ആമേൻ. നീ അവൻ്റെ പ്രവൃത്തിയെ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. കണ്ടോ, ദൈവം തൻ്റെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സകലത്തിൻ്റെ മേലും ആമേൻ വേലി കെട്ടി സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ നിയോഗിക്കപ്പെട്ട ദൈവകുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത്. രാത്രി മുഴുവനും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നേരിട്ട് രാത്രി മുഴുവനും പ്രതിസന്ധിക്കകത്തകപ്പെട്ട് തകർത്ത് കളയുമെന്ന് വാദിച്ച് ആമേൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, നീ അവനും അവൻ്റെ വീട്ടിലും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയില്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക.
പ്രൈസ് ദി ലോർഡ്. ലോക മനുഷ്യന് പോലും കഴിയാത്ത കാര്യങ്ങളാണ്. എന്നാൽ ദൈവം ഉണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, നിന്റെ സകലത്തിൻ്റെ മേലും വേലി കെട്ടി കർത്താവ് സൂക്ഷിച്ചിരിക്കുക. ഈ 2026 ഫെബ്രുവരി മാസം 9-ാം തീയതി ദൈവം പറയുക, നിന്റെ സകല നന്മയ്ക്കും ചുറ്റും ദൈവം വേലി കെട്ടിയിരിക്കുക. നോക്കിക്കേ, ഇവിടെ ദാവീദിന് ചുറ്റും പരിചയായിരുന്നു ദൈവം. ഹല്ലേലൂയ. പല നിലയിൽ അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം വലിയ കരുതലുകൾ അയക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ അത് ചെറിയ അത്ഭുതങ്ങളല്ല. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവകുഞ്ഞിന് വേണ്ടി ദൈവം ചെയ്യുന്നത് വലിയ അത്ഭുതങ്ങളാണ്. സ്തോത്രം. ഈ വലിയ അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിന്നെ ദൈവം ഈ ഫലമേൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് നിന്റെ സമയത്ത് ചെയ്യാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ സമയത്ത് നീ ചെയ്യണം. ആമേൻ. എല്ലാം ശരിയാകട്ടെ, എല്ലാം ആമേൻ നന്നാകട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞല്ല ഇരിക്കേണ്ടേ. ആമേൻ. നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാണെങ്കിൽ 28-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യം വിളിച്ചു പറയുന്നു, യഹോവേ എൻ്റെ ബലം, എൻ്റെ പരിച ആകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ച് എനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. ആമേൻ. സ്തോത്രം. പാട്ടോടെ ഞാൻ അവനെ ആമേൻ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാട്ടോടെ ഞാൻ അവൻ എന്ത് ചെയ്യുന്നു? സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ, യഹോവേ എൻ്റെ ബലം. അപ്പോൾ യഹോവ എൻ്റെ ബലം. പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ ബലം. ആമേൻ. കർത്താവ് സകലത്തെയും ചുറ്റി പരിപാലിച്ച് ദൈവത്തിൻ്റെ ആ പെട്ടകത്തെ തിരശ്ശീലയ്ക്കകത്ത് വച്ചിരിക്കുന്നത് പോലെ ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ഭാഗത്ത് മാറ്റി നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആമേൻ മറന്നു പോകരുത്. നിന്റെ വീഴ്ച കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിച്ച് പുറത്തെടുക്കുന്ന ദിവസം ആസന്നമായിട്ടുണ്ട്. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു പ്രഭാതമാക്കി സ്വർഗം തീർക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന്, ചില മിറക്കൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അയക്കേണ്ടതിനായി ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നിന്നെ ഇന്ന് പകൽക്കാലം വേറൊരു തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ 15-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അതിന് ശേഷം അബ്രഹാമിന് ആമേൻ ദർശനത്തിൽ യഹോവയുടെ ആമേൻ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് ചെയ്യേണ്ട? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിച. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ, വേദനിക്കപ്പെട്ടിരിക്കുമ്പോൾ ആമേൻ തൻ്റെ അഭിഷക്തന്മാരുടെ നടുവിൽ ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ കർത്താവ് ഇറങ്ങി വന്ന് നിനക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ദൈവം പറയും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആമേൻ ഇന്ന് പകൽക്കാലം നിന്റെ അടുത്ത് ഞാൻ ഇറങ്ങി വരികയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം മുൻപിലോട്ട് സഞ്ചരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം വെളിപ്പെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. കർത്താവ് നമ്മുടെ നടുവിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യും. വലിയ അത്ഭുതങ്ങളെ നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ദൈവകുഞ്ഞെ, ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഹല്ലേലൂയ. രക്തം ജയം. പ്രാർത്ഥിക്കാം. അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യത്തെക്കാൾ
എൻ്റെ കർത്താവ് അധികം അധികം മതിയായവൻ. കർത്താവിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചല്ലോ. പിന്നെയും ദൈവം ഞങ്ങളോട് സംസാരിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ പിന്നെയും ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു.